സത്യം ജയിച്ചു, വൈഷ്ണ ചിരിച്ചു. അതായത് നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാനത്ത് തന്നെ ഇടതുപക്ഷത്തിന്റെ തോൽവി പത്രത്തിന് ഒപ്പുവെക്കാൻ വൈഷ്ണ എന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മിടുക്കിക്കുട്ടിക്ക് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയിരിക്കുകയാണ്. ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് അവതരിപ്പിച്ച വൈഷ്ണ സുരേഷിന്റെ വോട്ടൊഴിവാക്കിയ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ നടപടിക്രമങ്ങളിലെ ഗുരുതര വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്ക് അനുകൂലമായി ഉത്തരവിറക്കിയത്. അതോടെ പാതി പരാജയപ്പെട്ടിരിക്കുകയാണ് CPM. ജനാധിപത്യം അട്ടിമറിക്കാൻ നടക്കുന്ന CPMന്റെ അച്ചാരം വാങ്ങി നിയമവിരുദ്ധമായി ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ സ്വീകരിച്ച നടപടികൾ അത് വലിയ തെറ്റാണെന്ന് ഹിയറിംഗിലൂടെ തെളിയിച്ചുകൊണ്ടാണ് വൈഷ്ണ ആദ്യ വിജയം സ്വന്തമാക്കിയത്. വൈഷ്ണയുടെ വാദങ്ങൾ കേൾക്കാതെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കാൻ ഏകപക്ഷീയമായാണ് തീരുമാനമെടുത്തതെന്ന് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നു. അതോടെ CPMകാരുടെ പൊടി പോലും ആ പരിസരത്ത് കാണാനില്ല. വൈഷ്ണയെ മത്സരരംഗത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള ബോധപൂർവമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഈ നടന്നതെന്ന കോൺഗ്രസിന്റെ ആരോപണം അത് 100% ശരിവയ്ക്കുന്ന കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ഹിയറിംഗിലാണ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ ഏകപക്ഷീയമായ നടപടികൾ ഒന്നൊന്നായി പൊളിഞ്ഞു വീണത്. വീട്ടു നമ്പറിലെ 3 എന്നത് തെറ്റായി 18 എന്ന് രേഖപ്പെടുത്തിയതാണ് എന്ന വൈഷ്ണയുടെ തന്നെ വാക്കുകൾ അംഗീകരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നുവെങ്കിൽ ദിവസങ്ങൾക്ക് മുൻപേ തീരേണ്ട പ്രശ്നമാണ് പിന്നീട് ഹൈക്കോടതി കയറിയതും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലെത്തിയതും. ഏതു വിധേനയും ജനാധിപത്യം അട്ടിമറിക്കാൻ നോക്കിയ അവസരവാദികളുടെ മുഖം മൂടിയാണ് ഇതോടെ അഴിഞ്ഞു വീണത്. പരാതിക്കാരനാണെങ്കിൽ അട്ടിമറി മാത്രം ലക്ഷ്യം വെച്ച് വന്ന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ കൊഞ്ഞനം കുത്തുകയായിരുന്നു. പരാതിക്കാരന്റെ മൊഴിയാണ് CPMന് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയത്. വൈഷ്ണയുടെ വോട്ടുമായി ബന്ധപ്പെട്ട് കെട്ടിട നമ്പറിലെ പിഴവ് ചൂണ്ടിക്കാട്ടി CPM പ്രവർത്തകനായ ധനേഷ് കുമാറാണ് പരാതി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് നവംബർ 12-ാം തീയതി രാവിലെ തന്നെ നടത്തിയ ഹിയറിംഗിൽ പരാതിക്കാരൻ എത്തി രേഖകൾ ഹാജരാക്കാതിരുന്നപ്പോൾ തന്നെ ആക്ഷേപം തള്ളാമായിരുന്നുവെന്ന് കമ്മീഷൻ ഓഫീസറോട് വ്യക്തമാക്കുകയാണ് ഉണ്ടായത്. അതായത് വൈഷ്ണയുടെ അസാന്നിധ്യത്തിൽ പരാതിക്കാരൻ നൽകിയ മൊഴി ഹിയറിംഗിന്റെ ഭാഗമായി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നു. പരാതിക്കാരന്റെ ഈ മൊഴി സ്വീകരിച്ച് തൊട്ടടുത്ത ദിവസം വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കുകയായിരുന്നു. ആ ഓഫീസർ ചെയ്തത് വലിയ ജനാധിപത്യ വിരുദ്ധതയാണ്. അതായത് കെട്ടിട നമ്പർ സംബന്ധിച്ച് വൈഷ്ണ നൽകിയ സത്യവാങ്മൂലവും പരിഗണിക്കപ്പെട്ടില്ല. എന്നാൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ഹിയറിംഗിൽ വൈഷ്ണ വളരെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചതോടെ ഉദ്യോഗസ്ഥരുടെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു പാളിസായി. 18/564 എന്ന കെട്ടിട നമ്പറാണ് വൈഷ്ണ അപേക്ഷയിൽ രേഖപ്പെടുത്തിയിരുന്നത്. 3/564 എന്ന ശരിയായ നമ്പർ അബദ്ധത്തിൽ തെറ്റായി രേഖപ്പെടുത്തിയതാണ്. 3-ാം വാർഡ് പിന്നീട് 18-ാം വാർഡ് ആകുകയും വീട്ടു നമ്പർ 18/2365 ആകുകയും ചെയ്തത് എന്ന് പിന്നീട് വൈഷ്ണ അറിയിച്ചിരുന്നു. എന്നാൽ ഇത് പരിഗണിക്കാതെ 18/564 എന്ന കെട്ടിടം തിരഞ്ഞുപോയ അധികൃതർ അവിടെ വൈഷ്ണ താമസമില്ല എന്ന് കണ്ടെത്തി വോട്ടർ പട്ടികയിൽ നിന്ന് പേരങ്ങ് ഒഴിവാക്കുകയായിരുന്നു. തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ രാഷ്ട്രീയ പക തന്നെ എന്ന് പറയേണ്ടി വരും. CPMന്റെ ലോക്കൽ സഖാക്കൾ പറയുന്ന കാര്യങ്ങൾ അതേപടി വേദവാക്യമായി സ്വീകരിച്ച് എതിരാളികളെ തീർത്തുകളയാമെന്ന് കരുതിയ അധര വ്യായാമമാണ് ഇവിടെ പാഴ്വേലയായത്. ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്നാണ് കമ്മീഷൻ ഉത്തരവിൽ പറയുന്നത്. ഹിയറിംഗിൽ വൈഷ്ണ ഹാജരാക്കിയ രേഖകൾ പരിഗണിക്കാൻ ഇലക്ടറൽ ഓഫീസർ തയ്യാറായില്ല എന്ന് കമ്മീഷൻ വിലയിരുത്തിയപ്പോൾ തന്നെ കേരളത്തിൽ നടക്കുന്ന വോട്ട് മോഷണവും വളരെ വ്യക്തമായിരിക്കുന്നു. ഏതായാലും തികച്ചും സാങ്കേതികമായ പിഴവാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹിയറിംഗിൽ ബോധ്യപ്പെട്ടതോടെ വൈഷ്ണയ്ക്കും കോൺഗ്രസിനും മാത്രമല്ല കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന ജനാധിപത്യ വിശ്വാസികളുടെ കൂടി വിജയമായി ഇത് മാറിയിരിക്കുന്നു.